വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സോ ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, സോ രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ചാവക്കാടിൽ ഈ ഒരു പാരൻസ് ഡേന് ഗസ്റ്റായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്, പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം മാം പറഞ്ഞ കണക്ക് പാരൻസ് ഡേ, ഞാൻ ആക്ച്വലി നിതീഷ് ബ്രോന്റെ അടുത്ത് പറഞ്ഞു എന്ത് ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചു, പറഞ്ഞപ്പോൾ പാരൻസ് ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ പാരൻസ് ഡേയോ, പാരൻസ് ടീച്ചർ മീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞില്ല, പാരൻസിന് വേണ്ടിയുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാമിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് മാം ഈ പാരൻസ് ഡേ എന്ന് പറഞ്ഞു അവരെ ഓണർ ചെയ്യുന്നതും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ടിയുള്ളൊരു ദിവസമാണ് പാരൻസ് ഡേ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ CBSE സ്കൂളിലാണ് പഠിച്ചത്, പക്ഷെ ഞാൻ ഒരു സ്കൂളിലും ഇങ്ങനെ ഒരു പാരൻസിന് വേണ്ടി ഒരു ദിവസം എന്നുള്ളൊരു കാര്യം, ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അതിന് ആദ്യമേ തന്നെ മാമിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു CBSE സ്കൂളിൽ 29 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രിൻസിപ്പളാണ്. ഇതിൽ എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയത്തില്ല. സോ അത് ചെറിയൊരു കാര്യമല്ല. കാരണം ഒരു സ്കൂൾ മാനേജ് ചെയ്ത് പോവുക, അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, നല്ല രീതിയിൽ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ ഒരു വലിയ ചലഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങളുടെ രാജ സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ അയൺ ലേഡിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ മാം. ആൻഡ് നിതീഷ് ബ്രോ പറഞ്ഞിട്ട് എനിക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി എല്ലാം അറിയാം. എന്താ പറയുക, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് പോലെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ആൻഡ് അതിൽ കുറച്ച് പേർക്കൊക്കെ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു. അതേപോലെ കുട്ടികൾ. ഓക്കെ, സോ എന്താ പറയുക, ഇവിടെ പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഈ ഒരു ദിവസം നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഓപ്പൺലി പറയാം, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റേജ് ഫിയർ ഉള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് ഇതേപോലെ മൈക്കിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ഭയമുള്ള ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഫിയർ എന്ന് പറയുന്നത് ഫേസ് എവറിത്തിങ് ആൻഡ് ട്രൈസ് എന്നാണ്. നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം. അത് മാത്രമല്ല, നിങ്ങളുടെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഓക്കെ, സോ അത് മാത്രമല്ല, ഞാൻ നിതീഷ് ബ്രോയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടുത്തെ കുട്ടികളെന്ന് ചോദിച്ചു. പറഞ്ഞു നല്ല അടിപൊളി കുട്ടികളാണെന്നാ പറഞ്ഞിരിക്കുന്നത് തന്നെ. ഓക്കെ, സോ എന്താ പറയാ, ഇത്രയുള്ള എനർജി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഓക്കെ, സോ എന്താ പറയാ, എനിക്ക് സ്പീച്ചോ കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഒരു പ്രിപ്പറേഷനും ഒന്നുമില്ല. എനിക്ക് പറയാനുള്ള 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം. നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഏറ്റവും വലിയ ലക്കി എന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പാരൻസിനെ കിട്ടിയതാണ്. നിങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന പാരൻസിനെ കിട്ടിയത് തന്നെയാണ് നിങ്ങൾ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവർ പറയുന്ന കുറച്ച് അഡ്വൈസസ് ആണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുക. അതിൽ അവർ നിങ്ങളെ നല്ല രീതിയിൽ മാത്രമേ നയിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ശ്രമിക്കത്തുള്ളൂ. സോ ടീച്ചേഴ്സിനെയാണോ പാരൻസിനെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എക്സാക്ട്ലി. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാരന്റ് പോലെ തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സും. അവരും നമ്മൾ നല്ലതിന് വേണ്ടി തന്നെയാണ് കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് പറയുന്നത്. ഇൻ കേസ് അവർ വഴക്ക് പറഞ്ഞാൽ കൂടി അത് നമ്മൾ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി മാത്രമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. കാരണം എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നു ഞാൻ. കാരണം അധികം പഠിക്കുന്ന ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ദിവസം ഇപ്പൊ ഞാൻ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അന്വേഷിക്കാറുണ്ടായിരുന്നു, എവിടെ റോബിൻ വന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു നിമിഷത്തിൽ എൻ്റെ ടീച്ചേഴ്സിനെ ഞാൻ ഓർമ്മിക്കുന്നു. അത് മാത്രമല്ല, എന്താ പറയാ, എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചെറിയ രീതിയിൽ അച്ചീവ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാനുള്ള ഒരു ചങ്കൂറ്റ് അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അതിനെ തരണം ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ശ്രമിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളെപ്പോഴും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവർ കോമ്പറ്റീഷൻ ഷുഡ് ബി അവർ സെൽഫ്. നമ്മൾ തന്നെ ആയിരിക്കണം കോമ്പറ്റീഷൻ. നമ്മുടെ ബെറ്റർ വെർഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ പാരൻസുമായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യണം. അവർ നിങ്ങൾ നല്ല രീതിയിൽ അതിനുള്ള എന്താ പറയാ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്താ പറയാ, സോ അത് മാത്രമല്ല, എനിക്കിപ്പോൾ പറയാനുള്ള ശരി അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ തുടക്കമായി കണക്കാക്കണം. ഓക്കെ, ഓരോ ദിവസവും
പല പ്രതിസന്ധികളും നമ്മൾ തേടി വരും. ഓക്കെ, അതെല്ലാം നമ്മൾ ചങ്കൂറ്റത്തോടെ അതെല്ലാം തരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് മാത്രമല്ല, നമുക്ക് എല്ലാം കിട്ടിയിരിക്കുന്ന ഒറ്റ ലൈഫേ ഉള്ളൂ. അത് നമ്മൾ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഇൻവൈറ്റിംഗ് മീ. ആൻഡ് എന്താ പറയാ, ഇതിൽ നിങ്ങളോട് എല്ലാം ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാം. ഓക്കെ, ആൻഡ് എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന പാരന്റ്സ് ആണെങ്കിലും എന്താ പറയുക ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടെ വന്ന എല്ലാ സ്റ്റാഫ്സും എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.